നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇ ബഹ്റൈനും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ പുതിയ ആശങ്ക ഉരുവാകുകയുണ്ടായി. സമാധാനം നിലനിൽക്കണമെന്ന് സൗദി വാദിക്കുമ്പോഴും താക്കീതുമായി ഇറാൻ മുന്നിൽ തന്നെ. അമേരിക്കയുടെ പിൻബലത്തോടെ എന്തു വന്നാലും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് യുഎഇ. എന്നാൽ ഇപ്പോഴിതാ ഇറാനുമായി ചൈന കൂടുതൽ അടുക്കുന്നത് അറബ് മേഖലയിൽ പുതിയ ധ്രുവീകരണത്തിന് വഴി തുറക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യുഎഇയും ബഹ്റൈനും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിക്കുന്ന വേളയിലാണ് ഈ നീക്കത്തെ എതിർക്കുന്ന ഇറാനുമായി ചൈന വലിയ സഹകരണത്തിലേക്ക് നീങ്ങുന്നത്. അതേസമയം ഈജിപ്തിനും ജോർദാനും ശേഷം ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന രാജ്യങ്ങളാണ് യുഎഇയും ബഹ്റൈനും. എന്നാൽ ഇതിൽ ഇറാനൊപ്പം തുർക്കിയും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് ഇസ്രായേലുമായുള്ള ചങ്ങാത്തമെന്നായിരുന്നു ഇവർ നൽകിയ വിശദീകരണം. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യത്തിലെ പ്രധാനികളാണ് യുഎഇയും ബഹ്റൈനും. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായുള്ള സൗഹാർദ്ദത്തിന് സൗദിയുടെ മൗനാനുവാദം സ്വാഭാവികമാണ് എന്ന് തന്നെ സംശയമില്ലാതെ പറയാം. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നു എന്നാരോപിച്ച് ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധവും സൗഹൃദവും സൗദി സഖ്യരാജ്യങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിൽ ഖത്തർ ഒറ്റപ്പെടുമ്പോൾ സഹായത്തിനായി എത്തിയത് ഇറാനും തുർക്കിയുമാണ്. കുവൈറ്റിന്റെയും ഒമാനിന്റെയും നേതൃത്വത്തിൽ ഒട്ടേറെ ചർച്ചകൾ നടന്നെങ്കിലും ഖത്തർ ഇപ്പോഴും സൗദി സഖ്യത്തിന് പുറത്താണ്. ഇസ്രായേലുമായുള്ള സൗഹൃദത്തിൽ ഖത്തറിന് വലിയ താല്പര്യമില്ല. ഇതും ഇറാനും തുർക്കിയും പുതിയ സാഹചര്യത്തിൽ അനുകൂല ഘടകമാകുന്നു. ഇറാനും സൗദി അറേബ്യയും വർഷങ്ങളായി ശീതയുദ്ധത്തിലാണ്. വിശുദ്ധ ഹറമുകളുടെ നടത്തിപ്പ് അവകാശത്തെ വരെ ഇറാൻ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെയും അറബ് മേഖലയിലെയും സൗദിയുടെ മേധാവിത്വത്തിനെതിരെ പുതിയ ചേരിയും സഖ്യവും വളർത്തിയെടുക്കുകയാണ് ഇറാൻ. സൗദി സഖ്യത്തിന് അമേരിക്കയുടെ വലിയ തോതിലുള്ള സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയും മറുപടിയുമാണ് ഇറാനുമായുള്ള ചൈനയുടെ സഹകരണ നീക്കങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് 2018 അമേരിക്ക പിന്മാറിയതെ തുടർന്ന് ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാന് വലിയ തിരിച്ചടിയാവുന്നു. എന്നാൽ അമേരിക്കയുടെ ആ നടപടിയെ കൂടി ചോദ്യം ചെയ്തതാണ് ഇറാന് പിന്തുണയുമായി ചൈന എത്തിയിരിക്കുന്നത്. മധ്യേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കമെന്നാണ് ചൈന ഈ സഹകരണത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇറാന് നൽകുന്ന പിന്തുണ വഴി ചൈന ലക്ഷ്യമിടുന്നത് ഈ മേഖലയിലെ അമേരിക്കയുടെ മേധാവിത്വത്തെ കൂടിയാണ്. അതുവഴി അമേരിക്കക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളെ ഇറാൻ തുർക്കി സഖ്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ചൈനയുടേത്. സൗദി അറേബ്യ അമേരിക്ക അച്ചുതണ്ടിന് എതിരായുള്ള പരസ്യമായ നിലപാട് പ്രഖ്യാപനം കൂടിയാണ് ഇത്.